അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്താ എൻ്റെ പ്രിയപ്പെട്ട 7ാം ക്ലാസ്സുകാരെ, സുഖമല്ലേ? പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് എടുക്കാനുള്ള പാഠം എന്ന് പറയുന്നത് നമ്മൾ ഷിക്കായത്ത് എന്ന് പറഞ്ഞ കവിതയാണ്. വളരെ സുഖം കേട്ടോ. ഇതിൻ്റെ അർത്ഥം ഞാൻ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ കൂടെ തന്നെ അയച്ചു തരുന്നുണ്ട്. പിന്നെ കവിത വളരെ സിമ്പിളാണ്. അത് നമുക്കിതിൻ്റെ രചയിതാവിനെ കുറിച്ചും ഈ കവിതയെ കുറിച്ചൊക്കെ ഒന്ന് ചർച്ച ചെയ്യാം കേട്ടോ. കവിത എഴുതിയിട്ടുള്ളത് നിദാ ഫാദിലി എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം 1938 ജനിച്ച വ്യക്തിയാണ്. പിന്നെ സ്റ്റിൽ അയാൾ തന്നെ അലൈവ് കേട്ടോ, ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിദാ ഫാദിലിനെ കുറിച്ച് ഇതാ എഴുതിയിരിക്കണം. അതൊന്ന് ജസ്റ്റ് വായിച്ചോ കേട്ടോ. നിദാ ഫാദിലിക്ക് അസ്ലി നാം മുഖ്തദ ഹുസൈൻ ഫാദിലി ഹേ. അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേരെന്താണ്? മുഖ്തദ ഹുസൈൻ ഫാദിൽ എന്നാണ്. ഉൻകി പൈദായിഷ് ദില്ലി മേ ഹുയി. ദില്ലി എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഡൽഹിയിലാണ് അദ്ദേഹം ജനിച്ചത്. ഉൻകെ വാലിദ് മുർത്തള ഹുസൈൻ തേ. അദ്ദേഹത്തിൻ്റെ വാപ്പാൻ്റെ പേര് മുർത്തള ഹുസൈൻ എന്നാണ്. BA तक तालीम हासिल करने के बाद फिल्मी दुनिया की तरफ माइल हुए. ഉണ്ടോ? BA പഠിച്ചതിന് ശേഷം, ഡിഗ്രി പഠിച്ചതിന് ശേഷം, അന്നത്തെ കാലമല്ല, BA പഠിച്ചതിന് ശേഷം അദ്ദേഹം എന്താണ്? ഫിലിമി ദുനിയ, സിനിമയുടെ ലോകത്തേക്ക് മായിൽ ഹുയെ വന്നു. മായിൽ എന്ന് പറഞ്ഞാൽ എന്താ? ശരിയാ, ചായ ഒക്കെ നോക്കല്ലേ. ഉൻക ഗസിൽ और നസ്ം दोनों पर ही अबूर हासिल है. അദ്ദേഹം എന്താണ്? ഗസില് നസ്മ്. ഉറുദുവിൽ എന്താണ്? ഈ ഷെയർ എന്ന് പറഞ്ഞാൽ 2 കോലുള്ളൂ. ഒന്ന് നസ്മു, അദ്ദേഹം എന്താണ്? ഗസിലും നസ്മ് പറഞ്ഞാൽ എന്താ? കവിത അല്ലാത്തെന്നുള്ളതല്ലേ. രണ്ടിലും, അതായത് കവിത എഴുത്തിലും സാധാ എഴുത്തിലും രണ്ടിലും അദ്ദേഹം എന്താണ്? നല്ല രീതിയിൽ ഉബൂർ പറഞ്ഞാൽ എന്താ? വിട്ട് കിടക്കുക എന്നാണ്. അഥവാ അദ്ദേഹം നല്ല രീതിയിൽ നാഖാബിൽ ബൻഗയ, നല്ല രീതിയിൽ അദ്ദേഹം മുന്നേറി നടത്തും കേട്ടോ. ജിന്ദഗി കി ചോട്ടി ചോട്ടി ഹക്കീക്കത്തോं को उन्होंने अपनी शायर का मौजू बना लिया. അഥവാ ജിന്ദഗി കി ചോട്ടി ചോട്ടി ഹക്കീക്കത്തോं को, ജീവിതത്തിലെ ചെറിയ ചെറിയ യാഥാർത്ഥ്യങ്ങളെ ഉനോനെ അപ്പിനി ഷായിരി ക മഅ്സൂ ബനാ ദിയ, തൻ്റെ കവിതയുടെ വിഷയങ്ങൾ ജീവിതത്തിൻ്റെ ചെറിയ ചെറിയ യാഥാർത്ഥ്യങ്ങളാക്കി. അത് നമ്മൾ ചെറുതായി കാണുന്ന പലതിനും അദ്ദേഹം എന്താക്കി? തൻ്റെ കവിതയിലൂടെ വലിയ സംഭവമാക്കി നടത്തട്ടോ. ഉൻകി ഷായിരി മേ ജദീദിയത്ത് और माँ बाद जदीदियत का रुझानियत भी साफ तौर पर नुमाया है. ഉൻകി ഷായിരിമേ, അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ജദീദിയത്ത് എന്ന് പറഞ്ഞാൽ മോഡേണിറ്റിയും ഉണ്ട്. അവർ മാബാദ് ജദീദിയത്ത്, പോസ്റ്റ് മോഡേൺ എന്നറിയില്ലേ? ഇനി വരാൻ പോണ കാലത്തുള്ള സംഭവങ്ങൾക്ക് റുജാനിയത്ത് എന്താ? മുൻതൂക്കം നമുക്ക് വളരെ സാഫ് തോർപ്പർ, വളരെ വ്യക്തമായി നമുക്ക് അതിൽ കാണാൻ കഴിയുന്ന അർത്ഥം കേട്ടോ. ഉൻകി ഷായർ കി ജബാൻ ആം ഫഹം और ആസാൻ ഹേ. അദ്ദേഹത്തിൻ്റെ കവിതയുടെ ഭാഷ വളരെ ലളിതമാണ്. ഉൻമേ ഏക് ഐസി കശിഷ് ഹേ ജോ ഖാരി കെ ദിൽ കോ അപ്നി തറഫ് കീഞ്ചത്തി ഹേ. കീഞ്ചിന പറഞ്ഞാൽ എന്താ? വലിക്കുക കേട്ടോ. അതിൻ്റെ അർത്ഥം എഴുതിയിട്ടുണ്ടാവില്ല. കീഞ്ചി പറഞ്ഞാൽ വലിക്കുക നമുക്ക് അറിയുന്നുണ്ടാവും. അപ്പം അദ്ദേഹം ഉൻകി ഉസ്മേ ഏക് ഐസി കശിഷ് ഹേ, അതിൽ ഐസയിൽ ഇഹ്സാസ്, കശിഷ് എന്ന് പറഞ്ഞാൽ ഇഹ്സാസ് എന്ന് പറഞ്ഞാൽ ദിഹിനി ഇൻഖലാബ് എന്നൊക്കെ പറയും. എന്താ അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഇഹ്സാസ് പറഞ്ഞാൽ എന്താ? നമ്മളെ മനസ്സിലുണ്ടല്ലേ, അങ്ങനെ ഒരു സാധനം അതിലുണ്ട്. ജോ ഖാരിക ദിൽക്കോ, ഈ വായിക്കണൻ്റെ മനസ്സിനെ വലിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു ഇഹ്സാസ് എന്താണ്? അദ്ദേഹത്തിൻ്റെ കവിതകൾ ഉടനീളം ഉണ്ട് എന്നർത്ഥം കേട്ടോ. ലഫ്സോं का पल मोर नाच आंख और ख्वाब के दरमिया खोया हुआ सा कुछ वगैरह उनके मशहूर शेर मजमू. ഈ പറഞ്ഞ കവിതകളൊക്കെ കുറച്ച് കവിത അദ്ദേഹം എഴുതിയ കുറച്ച് പ്രശസ്തമായ കവിതകളുടെ പേരാട്ടോ. ഇനി അദ്ദേഹം ഇപ്പോൾ നമ്മളെ ഈ ഷിക്കായത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആസാദ് നസ്മാണ്. ആസാദ് നസ്മ് പറഞ്ഞത് സ്വതന്ത്ര കവിത എന്നൊക്കെ പറയില്ലേ? ആ കവിതയ്ക്ക് എന്തുണ്ടാവില്ല? നമ്മൾ സാധാരണ ഉറുദുവിലാണെങ്കിലും അറബിയിലാണെങ്കിലും കവിതകൾക്ക് എന്തുണ്ട്? അതിൻ്റേതായ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അതുപോലെ കാഫിയ ശരിയാണ്. നിങ്ങൾ ഇൻഷാ അല്ലാഹ് 8ാം ക്ലാസ്സിൽ കാഫിയ എന്താണെന്നൊക്കെ പഠിക്കും കേട്ടോ. അതിൻ്റെ റദീഫ്, അത് നമ്മൾ കവിതകൾക്ക് ഓരോ സ്ട്രക്ചർ ഉണ്ടാവും.
അതേപോലെ കവിതകൾ എഴുതാൻ ഓരോ സീഗകളുണ്ടാവും. അങ്ങനത്തെ ഒരു ലിമിറ്റേഷൻസും ഇല്ലാതെ എഴുതുന്ന കവിതകൾക്കാണ് നമ്മൾ ആസാദി നസ്ം എന്ന് ഉറുദു പറട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ആസാദി നസ്ം ഇസ്ലാഹി मायनों में गज़ल के अलावा तमाम असनाफ में की जाने वाली शायर को नज़म कहती है. അഥവാ ഉറുദു ഇസ്ലാഹിൽ എന്താണ്, ഗസലല്ലാത്ത, ഗസൽ പറഞ്ഞാൽ ഒരു കവിതയുടെ പ്രത്യേക രൂപം കേട്ടോ. അതല്ലാതെ എല്ലാ കവിതകൾക്കും നമ്മൾ നസ്ം എന്നാ പറട്ടോ. ഹൈഅത്ത് के एतबार से नज़म की कई किस्में हैं. അഥവാ ഹൈഅത്ത് പറഞ്ഞാൽ രൂപം കൊണ്ട് എന്താണ്, നസ്ം പല കോലത്തിലുണ്ട് കേട്ടോ. രൂപം കൊണ്ട് നസ്ം പല കോലത്തിലുണ്ട്. പാബന്തി നസ്ം എന്നെന്താണ്, പാബന്തി നസ്ം അതൊരു രൂപം കേട്ടോ. അതേമാതിരി നസ്മെ മുഅറ, ആസാദ് നസ്ം, നത്തിരി നസ്ം വഗൈറ. ഇതൊക്കെ എന്താണ് നസ്മിൻ്റെ ചില രൂപങ്ങളാണ്. ഇതിൽപ്പെട്ട ഒരു രൂപമാണ് ഈ ആസാദ് നസ്ം. നമ്മളെ കവിതകൾ ശ്രദ്ധിച്ചാൽ അറിയാം, അതിന് ഒരു എന്തുമില്ല, ഒരു സ്ട്രക്ചേർഡ് അല്ലത്, സ്കാറ്റേർഡാണ്. പല രീതിയിലാണ് അതിൻ്റെ വരികൾ വന്നിട്ടുള്ളത് കേട്ടോ. നമുക്ക് എവിടെ ഒരു നിങ്ങൾ സാധാരണ കവിത അല്ലാമ ഇക്ബാലിൻ്റെ കവിതയൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഒക്കെ ഓരോരു സ്ട്രക്ചർ ഉണ്ടാവും കേട്ടോ. അപ്പം ഇതിന് ഈ ആസാദ് നസ്ം എന്ന് പറഞ്ഞാൽ അറബിയിലും ഉണ്ട് കേട്ടോ. ആസാദ് നസ്ം എന്താണ്, അതിനൊരു പ്രത്യേക രൂപമോ കോലമോ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ആസാദ് നസ്ം വോ ഹെ, ആസാദ് നസ്ം എന്താന്ന് പറയാം. ആസാദ് നസ്ം വോ ഹെ, ആസാദ് നസ്ം പറഞ്ഞാൽ വോ ഹെ അതാണ്, ജിസ്മെ കാഫിയ ഉണ്ടാവില്ല, റദീഫ് ഉണ്ടാവും, കി പാബന്തി നെഹി ഹോത്തി. ഈ കാഫിയൻ്റെയോ റദീഫിൻ്റെയോ പാബന്തി പറഞ്ഞാൽ ലിമിറ്റേഷൻസ് ഉണ്ടാവില്ല കേട്ടോ. പാബന്തി പറഞ്ഞാൽ ഹദ് ബാന്തി, നമ്മളതിൻ്റെ അർത്ഥം ഇതിന് ഈ ഉറുദുവിലുള്ള അർത്ഥങ്ങളൊക്കെ വളരെ ഉഷാറായിട്ട് തന്നെ പഠിക്കണം കേട്ടോ. होती और उसके अरकान बहर कम या ज़्यादा होते हैं. എന്താ നമ്മൾ അതിൻ്റെ ബഹർ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഓരോ സീഗകളുണ്ടാവും കവിതകൾക്ക്. ഓരോ സീഗകൾക്കനുസരിച്ചാണ് കവിത ഉണ്ടാവുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾ 8ാം ക്ലാസ്സിൽ നിങ്ങൾ ഇതിൽ പഠിക്കും. ഇതിനെപ്പറ്റി പഠിക്കുന്ന വിഷയം തന്നെ ഞങ്ങൾക്കുണ്ട് കേട്ടോ. അതിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ റാഹത്തായി പഠിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബഹറുകൾക്ക് എന്താണ്, ചില വരികൾ കമ്മി ഉണ്ടാവും, ചില വരികൾ കൂടുതലുണ്ടാവും. സാധാരണ എന്താ ഉണ്ടാവുക, കവിതകളെല്ലാം ഒരേ സ്ട്രക്ചറിലുണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഇതിൽ ചിലത് കമ്മിയും ചിലത് കൂടുതലും ഉണ്ടാവുമെന്ന് പറയുന്നത് ആസാദ് നസ്മിൽ. ജിസ്കി വജഹ സെ ഉസ്കെ മിസ്റാഅ ചോട്ടി ബഡി ഹോ സക്തേ ഹെ. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ കുറവും കൂടുതലുള്ളത് കാരണം തന്നെ അതിൻ്റെ മിസ്രകൾ എന്തുണ്ടാവും, ഒരേ വരിയിൽ രണ്ട് മിശ്രം എന്തുണ്ടാവും, പരസ്പരം ഒന്ന് വലുതൊന്ന് ചെറുതൊക്കെ ആവാനുള്ള സാധ്യത കൂടുതലാണ്. ആസാദ് നസ്ം നിഗാരിമേ, നസ്ം നിഗാരി പറഞ്ഞാൽ എന്താ പറയുക, ഈ കവിത, ഈ നസ്ം കവിത ഉണ്ടാക്കണതിനാട്ടോ പറയാം. ആസാദ് നസ്ം നിഗാരിമേ അൽഖമ ഷിബിലി, അതേമാതിരി പർവീൻ ഷാക്കിർ, പിന്നെ റാഷിദ്, നിദാ ഫാദിൽ വൈറ കാബിലെ ദിക്ർ ഹെ. കാബിലെ ദിക്ർ എന്നതാ വളരെ പ്രശസ്തരാണ് കേട്ടോ. ദിക്റിന് സ്മരിക്കാൻ അർഹരായ, കാബിലെ ദിക്റാണ്, സ്മരിക്കാൻ അർഹരായ ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഇവരാണ് ഇതിൽ പ്രശസ്തമായ ആൾക്കാർ. ഇൻഷാ അല്ലാഹ് നമ്മളെ കവിത നോക്കട്ടോ. എന്താ സബക്ക് 11, സബക്ക് 11 കേട്ടോ. പേരെന്താണ്, ഷിക്കായത്ത് പറഞ്ഞാൽ കംപ്ലൈൻറ്റ്. അത് നമ്മൾ എന്താ പറയുക, ഷിക്കായത്ത് ചെയ്യുക, കംപ്ലൈൻറ്റ് ചെയ്യുക കേട്ടോ. ഒരു പരാതി പറയുക. അപ്പോൾ ഇതിലെന്താ പറയുക, ഇതിൽ നമ്മളെ കവി ഒരു വ്യക്തിയെക്കുറിച്ച് പറയണം. അദ്ദേഹത്തിൻ്റെ ആവലാതികൾക്ക് ഒരു വ്യക്തിയെ മുന്നിൽ കണ്ട്, അദ്ദേഹം കുറേ പരാതികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ മുന്നിൽ കണ്ട് അദ്ദേഹത്തിൻ്റെ പരാതികൾക്ക് ഇദ്ദേഹം എന്താണ് മറുപടി കൊടുക്കുന്ന രീതിയിലുള്ളൊരു കവിത കേട്ടത്. മനസ്സിലാക്കുക, ഒരു വ്യക്തിയെ അദ്ദേഹം മുന്നിൽ കാണുക, ഇന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയെ അദ്ദേഹം മുന്നിൽ കാണുകയാണ്. എന്താണ്, അദ്ദേഹം ഇന്നത്തെ കാലത്തെ കുറേ പ്രശ്നങ്ങളെക്കുറിച്ച് എന്താണ് പരാതിപ്പെടുകയാണ്. ആ പരാതിപ്പെടുന്ന വ്യക്തിക്ക് ഇദ്ദേഹം എന്താണ് ഒരു മറുമരുന്നായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ സമാധാനപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു കവിത കേട്ടതിൽ. അല്ലാതെ ഈ വ്യക്തി ആരാന്നല്ല, ഈ വ്യക്തിയുടെ പരാതികൾ എന്താണെന്ന് ഇതിൽ നമുക്ക് കാണാൻ കഴിയില്ല. മറിച്ച് ഇദ്ദേഹം അദ്ദേഹത്തിന് കൊടുക്കുന്ന സൊല്യൂഷൻസാണ്, ഇതിനെങ്ങനെ മുന്നിടാം അല്ലെങ്കിൽ ഇങ്ങനെ നേരിടാം, അത്തരമുള്ളത് അങ്ങനെ ഒരു സാധനമായിട്ട് ഇതിൽ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. തുമാരി ഷിക്കായത്ത് ബജാ ഹെ,
ഭജന പറഞ്ഞാൽ എന്താ റിങ്, നമ്മൾ ബെല്ലടിക്കണ ഭജന പറഞ്ഞാൽ ഗണ്ടി ഭജന. അപ്പം നിൻ്റെ പരാതികൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. മഗർ തുംസെ പഹലേ ബി ദുനിയാ യഹി തി, മഗർ പക്ഷേ തുംസെ പഹലേ ബി നിനക്ക് മുമ്പും ദുനിയാ യഹി തി ഈ ഭൂമി ഇവിടെ തന്നെയുണ്ട്. യഹി ആജ് ബി ഹെ ഇന്നും ഈ ഭൂമി ഇവിടെ തന്നെയുണ്ട്. യഹി കൽബി ഹോഗി നാളെയും ഈ ഭൂമി ഇവിടെ തന്നെ ഉണ്ടാകും. മനസ്സിലായോ? അപ്പം ഈ പരാതി പറയുന്ന ആളോട് പറയണേ, ഇങ്ങനെ കുറേ പരാതി പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. എനക്ക് മുമ്പും ഈ ഭൂമി ഇവിടെ തന്നെ ഉണ്ട്, ഇനി ഇവിടെ തന്നെ ഉണ്ടാവും അദ്ദേഹം പറയണേ. തുമേ ബി ഇസ് ഈണ്ട് പത്തർ കി ദുനിയാ മേ പൽ പൽ ബിഗർനാ ഹേ. മനസ്സിലായി? തുമേ ബി നിനക്കും ഇസി ഈണ്ട് പത്തർ, ഈണ്ട് പത്തർ എന്ന് പറഞ്ഞാൽ ബ്രിക്സ് സ്റ്റോൺ, നമ്മളെ ഇഷ്ടികക്കാട്ടോ. ഈണ്ട് പത്തർ എന്ന് പറഞ്ഞാൽ ഈണ്ട് എന്നാ പറയല് ഇഷ്ടികക്ക് കേട്ടോ. ഈണ്ട് പത്തർ എന്ന് പറഞ്ഞാൽ ഈണ്ട് പത്തരക്ക് ഇതിന് ഇഷ്ടിക പോലെയുള്ള ഈ ദുനിയാവ്. അതെന്താ പറയുക, ഇഷ്ടിക പോലെ പറഞ്ഞാൽ അതൊരു തശ്ബീഹാണ്. തശ്ബീഹ് പറഞ്ഞാൽ ഇഷ്ടിക കണ്ടില്ല, നമ്മളെ കരിങ്കല്ല് പെട്ടെന്ന് പൊട്ടിച്ചാൽ പൊട്ടുമോ? ഇല്ല. പക്ഷെ ഇഷ്ടിക എന്താക്കാം, നമുക്ക് പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റും. ഇഷ്ടിക പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റും. അഥവാ ദുനിയാവിന് അത്ര ഒരു എന്താ പറയുക, ഇങ്ങനത്തെ ഒരു ദുനിയാവാണ്. നമ്മൾ ആർക്കും ആണെങ്കിലും പൊട്ടിക്കാം. അങ്ങനത്തെ ഈ ഭൂമിയിൽ ആർക്കും ആണെങ്കിലും പൊട്ടിക്കാൻ പറ്റും. ഈ തശ്ബീഹ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഇഷ്ടിക പറഞ്ഞാൽ നമുക്ക് ആർക്കാണെങ്കിൽ വേഗം പൊട്ടിക്കുക കേട്ടോ. പിന്നെ ഈണ്ട് പത്തർ എന്ന് പറഞ്ഞാൽ അതൊരു പ്രയോഗമാണ്. ഈണ്ട് പത്രക്ക് ദുനിയ, ഈണ്ട് പത്രക്ക് ദിൽ, അങ്ങനെ ഒരു പ്രയോഗം കേട്ടത്. അങ്ങനെ തന്നെ മനസ്സിലാക്കുക. ഈണ്ട് പത്രക്ക് ദുനിയാമേ പൽ പൽ, പൽ എന്ന് പറഞ്ഞാൽ എന്താ, സെക്കൻഡ്സ് എന്നാണ്. അല്ലെങ്കിൽ മെല്ലെ മെല്ലെ കേട്ടോ, മെല്ലെ മെല്ലെ ബിഗർനാ ഹേ നീയും നശിക്കാനുള്ളതാണ്. ഈ ഈണ്ട് പത്തർക്ക് ഈ ദുനിയാവിൽ നിനക്കും എന്താണ്, പൽ പൽ മെല്ലെ മെല്ലെ നീയും ബിഗർനാ ഹേ നശിക്കാനുള്ളതാണ്. അർത്ഥം എഴുതി തന്നിട്ടുണ്ട് കേട്ടോ. ജീനാ ഹേ മർനാ ഹേ നിനക്കും ഇവിടെ ജീവിക്കാനും ഉള്ളതാണ്, നിനക്കും ഇവിടെ മരിക്കാനുമുള്ളതാണ്. ബദൽത്തെ ഹുയെ മൗസമോ കി ദുനിയ, ബദൽത്തെ ഹുയെ മൗസമോ കി ദുനിയ. മൗസം എന്ന് പറഞ്ഞാൽ എന്താണ്, കാലം. ഓരോ മാറിക്കൊണ്ടിരിക്കുന്ന കാലങ്ങളുടെ ഈ ഭൂമി. ബദൽത്തെ ഹുയെ മാറിക്കൊണ്ടിരിക്കുന്ന, മൗസമോ കി കാലങ്ങളുടെ ഈ ദുനിയ ഈ ഭൂമി. കബി ഗർമി ഹോഗി ചിലപ്പോൾ എന്താവും ചൂടാകും, കബി സർദ് ഹോഗി ചിലപ്പോൾ എന്താവും തണുപ്പുണ്ടാവും. ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ ഓരോ തശ്ബീഹാണ്. കാര്യം ശരിയാണ്. എന്ത് ഇവിടെ ഈ നമ്മളീ ഭൂമിയിൽ കാലങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ചൂട് കാലം, ചിലപ്പോൾ തണുപ്പ് കാലമൊക്കെ ഉണ്ടാകും. ഇതൊക്കെ എന്താണ്, ഓരോ തശ്ബീഹാണ്. അഥവാ നമ്മളെ ഈ ഭൂമിയിൽ പല സാഹചര്യങ്ങളുണ്ടാകും. ചിലപ്പോൾ എന്തിനും നല്ല റവല്യൂഷണറി സാഹചര്യമായിരിക്കും, ഇൻക്ലാബുകളുടെ ഒരു കൂട്ടം തന്നെ ഉണ്ടാവും, വളരെ കുറേ വിപ്ലവങ്ങളും പ്രശ്നങ്ങളും. ചിലപ്പോൾ എന്തുണ്ടാവും, ഇതൊക്കെ അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള, പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ പരിഹാരം കണ്ട് നല്ലൊരു സമാധാനത്തിൻ്റെ കാലഘട്ടം ഉണ്ടാകും. അപ്പോൾ ഈ ഗർമി എന്ന് പറഞ്ഞാൽ എന്താണ്, ഗർമി എന്തിനുണ്ടായാൽ ഈ നല്ല ഭയങ്കരമായ പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ ഒരു തശ്ബീഹാക്കിയിട്ട്. പിന്നെ തണുപ്പ് പറഞ്ഞാൽ എന്താ ഉണ്ടായാൽ മൊക്കെ ഒന്ന് അടങ്ങിയിട്ടുള്ള ശാന്താവസ്ഥയിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഇൻക്ലാബ് ഉണ്ടായതിന് ശേഷം എല്ലാവരും മരിച്ചു എന്നിട്ട് ശാന്തമായി, അതിനും സർദ് ഉപയോഗിക്കും കേട്ടോ. സർദി എന്ന് പറഞ്ഞാൽ തണുപ്പ് എന്നാണ്. തണുപ്പ് രണ്ട് കോലത്തിൽ ഉപയോഗിക്കും കേട്ടോ, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ രണ്ടുക്കും നിങ്ങളിങ്ങനെ അർത്ഥം മനസ്സിലാക്കി പോകണം. കബി ബാദലോമേ നഹായെങ്കി ചിലപ്പോൾ എന്താവും, ബാദൽ എന്ന് പറഞ്ഞാൽ എന്താ, കബി ബാദലോമേ നഹായെങ്കി ചിലപ്പോൾ ബാദൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനറിയാം, ക്ലൗഡ്സിനറിയാം, എന്താ മേഘം. മേഘത്തിന് കബി ഈ നമ്മൾ ഈ ഭൂമി ബാദലോമേ നഹാന പറഞ്ഞാൽ കുളിക്കുക. ഈ ഭൂമി എന്താവും, ഈ മേഘങ്ങളിൽ കുളിച്ചു കൊണ്ടിരിക്കും. ധർത്തി ഹൂയി പിന്നെ ധർന എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, റുക്കിന പറഞ്ഞാൽ നിൽക്കുക, നിശ്ചലമായി റുക്കിന. നമ്മളിപ്പോൾ ഇതിന് കുറച്ച് അർത്ഥം സ്ട്രോങ് ആയി കിട്ടാൻ നമ്മളെന്താ പറയുക, ഈ ചിലപ്പോൾ ഭൂമി ഈ പല എന്താ മഴക്കാറുകൾ കൊണ്ട് ഇങ്ങനെ മൂടിക്കടന്ന് എന്തുണ്ടാവും, വളരെ ഭീകരമായ അന്തരീക്ഷമല്ല ഉണ്ടാവുക തന്നെ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ മേഘങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുക കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ചമാതിരി ചിലപ്പോൾ ഭൂമി സഞ്ചരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ അർത്ഥത്തിലാണ് കബി ബാദലോമേ നഹായെങ്കിൽ ചിലപ്പോൾ എന്താവും, ഈ മേഘങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കും. ധർത്തി കബി ദൗർത്തക്ക്, ധർത്തി എന്ന് പറഞ്ഞാൽ
എന്താ ഇപ്പോൾ നിൽക്കുക, നിശ്ചലമായി നിൽക്കും കവി. ചിലപ്പോൾ ദൗർ എന്ന് പറയുന്ന സമയം, കുറച്ച് സമയത്തിന് കുറച്ച് നല്ല ഇവിടെ കുറച്ചും കൂടി നമ്മൾ അർത്ഥം കുറച്ച് ഉഷാറായി കിട്ടാൻ വേണ്ടിയിട്ട് കുറേ നേരത്തേക്ക് വേണമെങ്കിൽ ഇങ്ങനെ വളരെ നിശ്ചലമായി നിൽക്കും, നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല. ഗർദി അതവിടെ കഴിഞ്ഞിട്ടോ. പിന്നെ ഗർദ് ഹി ഗർദ് ഹോഗി. ഗർദ് പറഞ്ഞാൽ എന്താ പറയുക, മിട്ടി പറഞ്ഞാൽ മണ്ണ്, ധൂല പറഞ്ഞാൽ പൊടിപടലം. ഗർദ് ഹി ഗർദ് ഹോഗി. ഗർദ് ഹി മണ്ണിൽ പൊതിഞ്ഞ്, ഗർദ് ഹോഗി മണ്ണിൽ പൊതിഞ്ഞ്. അതെന്താണ് തശ്ദീദ് എന്നൊക്കെ പറയാട്ടോ. ഫക്കത്ത് ഏക്ക് തും ഹീ നെഹി ഹോ. ഈ ഇങ്ങനെ ഈ മണ്ണിൽ പൊതഞ്ഞങ്ങാണ്ട് ഈ മണ്ണിൽ കുളിച്ച് നീ ഒരൊറ്റ വ്യക്തി മാത്രമല്ല. ഫക്കത്ത് മാത്രമല്ല, ഏക് തും നെഹി. ഗർദി അതിങ്ങനിട്ട് വരിക, ഗർദ് ഹി ഗർദ് ഹോഗി തും നെഹി ഫക്കത്ത്. ഏക് തും നെഹി ഫക്കത്ത്, നീ മാത്രമല്ല, ഈ മണ്ണിൽ കുളിച്ച് നീ ഒരു വ്യക്തി മാത്രമല്ല. യഹാ ജോ ബി അച്ചി തറ സോച്ചതാ ഹൈ. ഇവിടെ യഹാ ജോ ബി അച്ചി തറ സോച്ചത, ഇവിടെ ആരാണോ നല്ല രീതിയിൽ വളരെ പോസിറ്റീവായിട്ട് ആരാണോ ചിന്തിക്കുന്നത്, ജമാനെ കി നേരംഗോ സി ഖഫാ ഹേ. ഈ ജമാനെ കാലത്തിൻ്റെ, നേരംഗ പറഞ്ഞാൽ ഇൻഖിലാബ് വിപ്ലവങ്ങൾ, അല്ലെങ്കിൽ കാലത്തിൻ്റേതായിട്ടുള്ള ഓരോ സംഭവ വികാസങ്ങൾ, ചിലപ്പോൾ റെവല്യൂഷനോ അങ്ങനത്തെ ഇതുകളൊക്കെ, അങ്ങനത്തെ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുക ആരാണ്, ജമാനയ്ക്ക് നേരംഗോ സി ഖഫാ ഹേ. അഥവാ നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർ മാത്രമേ ഓരോ കാലഘട്ടത്തിലും നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ, നല്ല രീതിയിൽ ഇതിൻ്റെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുള്ളൂ. ഖഫ പറഞ്ഞാൽ മറിഞ്ഞു നിൽക്കുള്ളൂ. ഹർ ഏക് ജിന്ദഗി ഏക് നയാ തജ്റുബ ഹേ. എല്ലാ ഓരോ ജീവിതങ്ങളും, ഞാനെന്ന വ്യക്തി മാത്രമല്ല, നീ എന്ന വ്യക്തിയും അവനെന്ന വ്യക്തിത്വം, എല്ലാ ഓരോ ജീവിതങ്ങളും ഏക് നയാ തജ്റുബ ഹേ, ഒരു പുതിയ ഒരു അനുഭവമാണ്. തജ്റുബ പറഞ്ഞ അനുഭവം, എക്സ്പീരിയൻസ്. മഗർ പക്ഷേ ഈ നല്ല തജ്റുബ എങ്ങനെ കിട്ടാം, മഗർ പക്ഷേ ജബ് തലക് യേ ശിക്കായത്ത് ഹേ ജിന്ദാ. ജബ് തക്, തലക് എന്ന് പറഞ്ഞാൽ തക് എന്നാട്ടോ. പക്ഷേ നല്ല ഈ തജ്റുബ എപ്പോഴാണ് ഉണ്ടാവുക, ഏ ശിക്കായത്ത് ഹേ ജിന്ദാ. ഏ ശിക്കായത്ത് ജിന്ദാ ഹേ, ജിന്ദാ ഹോനാ ഹേ. അഥവാ നമ്മളെ ഈ പരാതികളൊക്കെ ഉണ്ടാകുന്ന ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ അനുഭൂതിയാണ്, അനുഭവമാണ്. സംജോ, അവസാനം നമ്മളെ കവി പറയണേ, സംജോ, നീ ഇത് മനസ്സിലാക്കുക. ജമീൻ പർ മഹബത്ത് ഹേ ജിന്ദ, നമ്മുടെ ഈ ഭൂമിയിൽ മഹബത്ത് ഹേ ജിന്ദ, സ്നേഹം ഇപ്പോഴും ബാക്കിയായി തന്നെ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് ഈ കവിത വളരെ ഉഷാറായി തന്നെ പഠിക്കട്ടോ ഇൻഷാ അല്ലാഹ്.